വലിയ തോതിൽ ആളുകളൊക്കെ ഇവിടേക്ക് എത്തി വരുന്നതാണ്. ദേശവാസികളോട് സംസാരിക്കാം. ഡയറക്റ്റ് കറണ്ടാണ് വരുന്നത്, ഇൻവേർട്ടർ അല്ല. ആ സമയത്താണ് പ്രശ്നമായത്. അതായത് ഇപ്പൊ 5 പേരാണ് ഒരുമിച്ച് വീണിച്ചാൽ 5 പേരും ഇവിടെ പിറ്റേ ദിവസം വരെ ഇവിടെ കിടക്കും. അവരെന്നെ മരിക്കും, എല്ലാരും മരിക്കും. ആദ്യം എന്റെ വീട്ടിൽ വന്നിട്ട് അവൻ പറഞ്ഞാണ്, എന്റെ കൂട്ടുകാരനാണ് മനീഷ് പറഞ്ഞത്, ഈ ഏറ്റവും വലിയ ആള്, അവനാണ് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞത്. 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ 3 പേർക്കാണ് ഷോക്ക് അടിച്ചത്. അതിൽ 2 പേര്, ഒരാള് ഇവിടെയും ഒരാള് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. അത് ഓപ്പോസിറ്റ് വരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു കരിമ്പിന്റെ കൂട്ടൊക്കെ കണ്ടിട്ട് ഇതിലെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കോരിയിരുന്നു, ഇവിടെ പിടിക്കുന്നു മീന്. ഇവിടെ ഇറങ്ങിയപ്പാട് ആ പൊന്തേന്റെ സൈഡിൽ നിന്ന് കറണ്ട് അടിച്ച് വീഴാണ് 3 പേര്. അപ്പൊ ഈ സൈഡിൽ നിന്ന് കറണ്ട് പന്നീനെ പിടിക്കാൻ നിങ്ങൾക്ക് ചേട്ടാ കണ്ടറിയില്ല ചേട്ടാ, നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കണ്ടറിയില്ലേ പന്നീനെ പിടിക്കാൻ വെച്ചാണെന്നുള്ളത്. അല്ല പന്നീനെ ഇവിടെ ആരും വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് പന്നീനെ പിടിക്കാനായിട്ട് വെച്ചതാ. അല്ല, ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ആളുകൾ ഉള്ള പ്രദേശമാണല്ലോ, അപ്പൊ ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത്രയും നാള്? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നല്ല, ഇതിന് മുന്നേ ഇതിനെ ഇവിടെ പറ്റി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എയോന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ്. ഞങ്ങൾ കംപ്ലൈന്റ് ഇപ്പോഴും അതേമാതിരി ഒന്നും ചെയ്തിട്ടില്ല. KCB-ക്കാർ വന്ന് മാറ്റിയപ്പോൾ ഞങ്ങളൊക്കെ ഇന്നലെ മുതൽ കറണ്ട് ഇല്ലാതെ നിൽക്കുകയാണ്. 95% അവർ കേബിളാക്കി, ഒരു 5% പോലും കേബിളാക്കിയില്ല. അവരിപ്പോ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കണെന്നല്ല പറയുന്നത്. പോലീസുകാർ സൂചന ഇട്ട് അവർ അറസ്റ്റ് ചെയ്തെന്നല്ല പറഞ്ഞു. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. 2 പേരെ 95% ഇതിപ്പോ അവരോട് കംപ്ലൈന്റ് കൊടുത്താണ്. ഇതിവിടെ കേബിളാക്കുന്ന KCB-യിൽ പോയി 7 മാസം 2 മാസം മുന്നേ 7 മാസം മുന്നേ പരാതി. ബാക്കിയുള്ള 5 ഇവിടുന്ന് ഇപ്പൊ മാക്സിമം 5% കേബിളാക്കാനുള്ളൂ. 5% പറയുമ്പോൾ 2-3% കേബിളാക്കാനുള്ളൂ. കാട്ടുപന്നിയെ തടയാൻ വേണ്ടി ഫെൻസിംഗ് ആണ്ട് ഫോറസ്റ്റിൽ ഇവിടെ ആ റോഡിന് നേരെ മേപ്പെട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും വെച്ചിട്ടില്ല. കാട്ടുപന്നിക്ക് നിൽക്കൂല, ആനക്ക് വേണ്ടി വെച്ചതാണ്. കാട്ടുപന്നിയെ ഇവിടെ പിടിക്കാൻ വേണ്ടി പന്നിയെ പിടിക്കാൻ വേണ്ടി ചെയ്ത ഇത്ര മുന്നേ ഇപ്പൊ ഒരു 6 മാസം മുന്നേ ഇവിടെ നേരെ പോയിന്റ് അക്കരെ ഒരു മരണം നടന്നിട്ടുണ്ട്. അത് പിന്നെ ഒരു സ്വകാര്യ വ്യക്തിന്റെ വീട്ടിൽ തന്നെ കറണ്ട് വലിച്ചിട്ട് അവര് ഇതിട്ടാണ് പ്രശ്നം. ഇതേമാർക്കുള്ള നടാടെയാണ് ഒന്ന് ഇത് കാണുന്നത്. ഇതിപ്പോ KCB-നാണ് KCB-ക്കാരാണ് ഈ ഒരു 5% പോലും ഈ കുറഞ്ഞ സ്ഥലമുള്ള അതും കൂടി കേബിളാക്കിക്കാൻ മരണോട് സംഭവിക്കില്ലായിരുന്നു. അതാണ് ഇവിടുത്തെ പറയാനുള്ളത്. ഇത് കൃഷിക്ക് ദോഷമുണ്ടാക്കുന്ന പന്നികളെ തടയാൻ വേണ്ടി വെച്ചതല്ല, മറിച്ച് പന്നിയെ പിടികൂടാൻ വേണ്ടി തന്നെ സ്ഥാപിച്ച ഒരു കെണിയാണ്, അല്ലെങ്കിൽ വൈദ്യുതി കെണിയാണ് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. മറ്റുള്ള ആരോപണങ്ങളല്ല, ഇത് കൃത്യമായിട്ട് പന്നിയെ പിടികൂടാൻ വെച്ച് സ്ഥാപിച്ച ഒരു വൈദ്യുതി കെണിയിൽ തട്ടി ഈ കുട്ടികൾ അതാണ് അനുബോധം. അത് കൃത്യമായി ആ നാട്ടുകാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, KCB-യുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചുവെന്ന്. അക്കാര്യത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ KCB-യുടെ ഭാഗത്തു നിന്ന്? KCB അധികൃതർ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ രാത്രി കാര്യങ്ങളിൽ നമ്മള് ഒരു സംഭവം ഒരു വീട്ടില് സംഭവം സംഭവിച്ചു, നമുക്ക് എത്തിപ്പെടാൻ വരെ ബുദ്ധിമുട്ടാ, പാടാണ്, പേടിയാണ്. അതെ, എങ്ങനെ പോയി, ഇതിലെ പോയി, എല്ലായിടത്തും കൂടിയും കാടാ, എങ്ങനെ പോയി? ഈ നിങ്ങൾ ഈ ഇതിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചുറ്റും നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഒരു ഏകദേശം 2 കിലോമീറ്ററോളം കമ്പി ചുറ്റിയിട്ടിക്കുക. ഇപ്പൊ വന്നാൽ ഞങ്ങൾക്ക് കാട്ടിത്തരാം, നിങ്ങൾ ഇന്റെ ഒപ്പം വരണം. പക്ഷെ ഈ സംഭവങ്ങളും ഇനി നടക്കരുത്. അത് നിങ്ങള് വീണ്ടും അതൊന്നും നമ്മള് പറയില്ല. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റാ? KCB പറയോ? അത് നമ്മള് തെറ്റായ ധാരണ. അത് നമ്മൾ ഒരാൾക്ക് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളുള്ള കാര്യം നമ്മൾ പറയണം. 5% കൂടി ഉണ്ടാവും പറയാൻ പറ്റൂല. മാക്സിമം ഇപ്പൊ കേബിൾ ആക്കാണ്ടെങ്കിൽ ഒരു 500 മീറ്റർ പോലെ ഒരു 5 സ്ഥലത്തായിട്ട് കിടക്കുന്നത് കേബിൾ ആക്കാനുള്ളത്. ഞാൻ അപകടം ഉണ്ടായിട്ട് ആദ്യം വന്ന ആളാണ്. ഈ 4 മണി വരെ, പുലർച്ചെ 4 മണി വരെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ വന്നതാണ്. ഞാൻ വന്നപ്പോ കണ്ടല്ല, എന്റെ വീട്ടിൽ വന്ന് വിളിച്ചതാണ് അവര്. എന്റെ വീട്ടിൽ വന്ന്, ഇതിന്റെ മുകളിൽ എന്റെ വീടാ, ആ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചതാണ്. എന്റെ കൂട്ടുകാരൻ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എല്ലാരും 3 ആള് വീണിട്ടുണ്ട്. ചെക്കന്മാരെല്ലാരും വെള്ളത്തിൽ കിടക്കാണ്, പെട്ടെന്ന് എത്തണം പറഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോ ഇവരെല്ലാരും വെള്ളത്തിൽ കിടക്കുക. ആ കോല് ഉപയോഗിച്ചിട്ടാണ് ഞാനും എന്റെ അച്ഛനും എന്റെ ചേട്ടനും പാടെ പൊന്തിച്ച് അവനെ ഒരാളെ വലിച്ചിട്ട് അവനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയ ഗ്യാപ്പില് എന്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞപ്പോ അവൻ ലൈൻ ഓഫ് ആക്കി. ബാക്കിയുള്ളവരെടുത്ത് ബാക്കിയുള്ളവർ വന്നു. അപ്പൊ ഒരാൾ മൂക്ക് കുത്തിയാ വീണിരുന്നത്. അതായത്
ഈ കറണ്ട് അടിക്കുമ്പോൾ തന്നെ മൂക്ക് കുത്തിയ വീണിരുന്നു. അപ്പോൾ വെള്ളം കയറി അങ്ങനെ ഒരാൾ പാലാട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആനന്ദ്, നമ്മളെ ഏറ്റവും നല്ലൊരു കുടപ്പുറപ്പ് മരിയായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാ പരിപാടിക്കും വരുന്നത് ഞങ്ങളെ ഏറ്റവും നല്ല അയൽവാസികളാണ്. ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അയൽവക്കം ഉണ്ടെങ്കിൽ ഓരാണ്. അപ്പോൾ അത് ഭയങ്കരമായൊരു നഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ഇനി ആവർത്തിക്കുക, ഇനിയൊരു ഒരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഇവിടെ എല്ലാത്തിനും നിയമമുണ്ട്, പക്ഷെ മനുഷ്യന്മാർക്ക് ഇവിടെ വിലയില്ല. മനുഷ്യന്മാർക്ക് ആർക്കും ഇവിടെ വിലയില്ല. കാട്ടുപന്നി ആക്രമണം ഉണ്ട്, പിന്നെ അതേമാതിരി നരിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ആന ഇറങ്ങുന്നുണ്ട്, ഇവിടെ മുകളിൽ പോയ ആന ഇറങ്ങുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ കേസൊക്കെ അൻവർ എന്ന് പറഞ്ഞ MLA ഒരുപാട് വട്ടം ഉന്നയിച്ചതാണ്. ഈ ഭാഗത്തെ കേസ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വട്ടം അൻവർ എന്ന് പറഞ്ഞ MLA ഒരുപാട് വട്ടം ഇത് സർക്കാരിനോട് പറഞ്ഞിട്ടുള്ള കേസാണ്, ഈ ബെൻസിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ കേസ്. പക്ഷെ ഇതാരും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എല്ലാവരും അയാളെ കുറ്റപ്പെടുത്താൻ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അയാളെ കുറ്റപ്പെടുത്തില്ല. നമുക്ക് ഒരുപാട് ഇവിടെ നല്ല വികസനങ്ങൾ കൊണ്ടുവന്ന് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല. ആണെങ്കിലും ഭവ്യ, അതാണ് പ്രദേശവാസികൾക്ക് പങ്കുവയ്ക്കാനുള്ള. ഇതിൽ ഭവ്യ ചോദിച്ചൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ KSBയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഇത് അനധികൃതമായിട്ട് വൈദ്യുതി കടത്തുന്നതാണ്, വൈദ്യുതി മോഷ്ടിച്ചാണ് ഇത്തരത്തിലൊരു കെണി സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒരു തോട്ടത്തിന്റെ ചുറ്റും എവിടെയും കമ്പികളില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇത്തരത്തിൽ കമ്പി സ്ഥാപിച്ചത്. അതൊരു കെണി തന്നെയാണ്. അല്ലാതെ ഇത് കർഷകർ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന ഫെൻസിംഗ് അല്ല, മറിച്ച് പന്നിയെ പിടികൂടാൻ വേണ്ടി. അതെ അനുമോദ്, അപ്പോഴാണ് അവിടെ ഈ നായാട്ടു സംഘങ്ങൾ കൂടുതലാണ് ആ പ്രദേശത്ത് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണ്? പ്രധാനമായും ഈ വന്യമൃഗങ്ങളെ വേട്ടയാടി ഇറച്ചി വിൽക്കുന്ന സംഘങ്ങൾ പ്രദേശത്ത് വ്യാപകമെന്നുള്ളൊരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നു മനസ്സിലാക്കുന്നു. അത് ശരിയാണോ? അവരെന്താണ് പറയുന്നത്? തീർച്ചയായും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ചേട്ടാ ഇവിടുത്തെ തന്നെയല്ലേ? ചേട്ടാ ഇവിടുത്തെ തന്നെയല്ലേ? അതായത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇതൊരു വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. നമുക്ക് ഇതിന്റെ മുകളിൽ ഭാഗത്ത് ചുരമാണുള്ളത്, അതിന്റെ ഭാഗത്ത് ആനത്താരകളുള്ള വഴികളാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതുവഴി വന്യമൃഗങ്ങൾ ഏറ്റവും അധികം കടന്നു പോകുന്ന ഒരു മേഖലയുണ്ട്. പന്നികളാണ് ഏറ്റവും അധികം ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന പന്നികളെ ഷോക്കടിപ്പിച്ച് കൊന്ന് ഇറച്ചിയാക്കി വിൽക്കുന്ന അത്തരത്തിലുള്ള സംഘങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട് എന്ന തരത്തിലാണ് നമുക്ക് ഇന്നും ഗ്രൗണ്ടിൽ നിന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആരാണിത് സ്ഥാപിച്ചത് എന്ന കാര്യത്തിൽ ഈ ഒരു സ്ഥല ഉടമയ്ക്ക് ഇതുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് പോലീസിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇത് അനധികൃതമായി സ്ഥാപിച്ച ഒരു നായാട്ട് സംഘത്തിന്റെ അനധികൃതമായി സ്ഥാപിച്ച ഒരു നടപടിയായിട്ടാണ് പോലീസിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പിടികൂടിയിട്ടുണ്ട് എന്ന തരത്തിൽ സൂചനയുണ്ട്. പക്ഷെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു വിവരം. എന്തുതന്നെയാണെങ്കിലും ഇത് കർഷകർ അവരുടെ കൃഷി സംരക്ഷിക്കാൻ സ്ഥാപിച്ച ഈ സൗരോർജ്ജ വേലിയിൽ നിന്നോ ഇലക്ട്രിക് വൈദ്യുതി വേലിയിൽ നിന്നോ അല്ല ഈ കുട്ടികൾക്ക് ഷോക്കേറ്റിട്ടുള്ളത്. മറിച്ച് നായാട്ട് സംഘം അല്ലെങ്കിൽ പന്നിയെ ഷോക്ക് വെച്ച് വൈദ്യുതി ഷോക്കടിപ്പിച്ച് പിടികൂടി കൊന്ന് കച്ചവടം ചെയ്യുന്ന സംഘം നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട്, അവരുടെ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ നാട്ടുകാരോട് പോയി സംസാരിക്കുമ്പോഴും ഈ സാഹചര്യങ്ങൾ കാണുമ്പോഴും മനസ്സിലാക്കാനാവുന്നത്. അതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പ്രദേശത്ത് വലിയ തരത്തിൽ നായാട്ടു സംഘങ്ങളുണ്ട് എന്നുള്ള ആരോപണമടക്കം ഉന്നയിച്ചു കഴിഞ്ഞു. KSBക്കെതിരെയും വിമർശനം വരുന്നുണ്ട്. വലിയ പ്രതിഷേധം ആ പ്രദേശത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന പാതയിലടക്കം ഇന്നലെ രാത്രി വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. UDF അടക്കം BJP അടക്കമുള്ളവരുടെ പ്രതിഷേധമുണ്ട്. ഇന്നും അത്തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. 2 കുട്ടികൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. ഒരു കുട്ടി ഉടൻ തന്നെ 8 മണിയോടുകൂടി ആശുപത്രി വിടും എന്നുള്ള വിവരം ലഭിക്കുന്നു. ആ കുഞ്ഞ് ആശുപത്രിയിൽ വിട്ടാൽ മാത്രമേ അവിടെ എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ള വിവരം പോലീസിന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇന്നലെ നടന്ന വലിയ പ്രതിഷേധത്തിൻ്റെ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സർക്കാർ സ്പോൺസേഡ് മരണം എന്ന് തന്നെയാണ് ഇന്നലെ ആര്യാടൻ ചൗക്കത്ത് അടക്കമുള്ള UDF നേതാക്കൾ സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞത്. അത്തരത്തിലാണ് വലിയ ഏറെ വേദനിപ്പിക്കുന്നൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. 15കാരൻ മരിച്ചിരിക്കുന്നു. പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ മരണമുണ്ടായത്. നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. CB അനുമോദിലേക്ക് തുടരുന്നു. അനുമോദിലേക്ക് തന്നെ പോവുകയാണ്. അനുമോദ്,
ഈ നാട്ടുകാർ ഇപ്പോൾ നടന്നു നീങ്ങുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? ഈ സ്ഥലത്ത് ഇതിനു മുൻപും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രദേശത്ത് വലിയ തരത്തിൽ വന്യമൃഗ ഭീഷണി ഉള്ള സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഭവ്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് വൈദ്യുതി ചോർത്തി എന്ന് പറയുന്ന കമ്പിയിട്ട് ചോർത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. ഇവിടേക്കെല്ലാം കേബിളാണ് കേട്ടോ. ഇവിടെ എല്ലാം കേബിളായിട്ടാണ് ഈ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. കേബിളിലൂടെയാണ്. ഇതിനപ്പുറത്ത് കുറച്ച് ദൂരം മാത്രമാണ് ഈ വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി കമ്പി വഴി കടന്നു പോകുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് ഈ ഇത്തരത്തിൽ ഇത് ലൈൻ ചോർത്തിയിട്ടുള്ളത് എന്ന് വേണം കരുതാം. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ഇതവിടെ കാണാൻ സാധിക്കും. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാ ഇവിടെ നിന്നാണ് വൈദ്യുതി ചോർത്തിയിട്ടുള്ള ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഈ മുളയുടെ ഒരു പോല് കണ്ടല്ലോ, അതിനോട് ചേർത്ത് ആ വൈദ്യുതി കമ്പിയിൽ നിന്നും ഒരു ചെറിയ കമ്പി വഴി ഒരു വയർ വഴി വൈദ്യുതി ചോർത്തുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിന്നാണ് വൈദ്യുതി ചോർത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം തന്നെ നമുക്ക് കേബിൾ വഴി ആണ് കറണ്ട് കടന്നു പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ രണ്ട് ലൈനിൽ നിന്ന് അവിടേക്ക് പോകുന്ന ലൈനിലാണ് ഈ വൈദ്യുതി മോഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് വൈദ്യുതി നിയമവിരുദ്ധമായിട്ട് ചോർത്തുന്നതിൻ്റെ സാഹചര്യം കാണുക. ഇവിടെ ഒരു മുളയുടെ വടി മുളങ്കോലിൽ ഒരു കമ്പി കെട്ടിവെച്ച് അത് ഈ ഒരു കമ്പിയിൽ ഉടക്കിയിട്ടാണ് വൈദ്യുതി ചോർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ആര് കടന്നു പോയാലും ഈ ഒരു അപകടം സംഭവിക്കും. അതായത് രാത്രി സമയത്ത് ആണ് ഈ ഒരു തരത്തിലുള്ള വൈദ്യുതി